മൂഷിക സന്ദേശം. മൂല്യാധിഷ്ഠിത ഗണിതബോധനം. പട്ടിക അവതരണം. ചിന്നൻ ഗുരുവിനെക്കുറിച്ചുള്ള ചർച്ച മാത്രമായി ഞടുക്കൻ രാജ്യത്ത്. ചിന്നനിൽ എല്ലാവരും അഭിമാനം കൊണ്ടു. ചിന്നൻ്റെ ബുദ്ധിയിലും പ്രായോഗികതയിലും സകലരും അത്ഭുതപ്പെട്ടു. ഇതോടെ കാട്ടുപള്ളിക്കൂടത്തിലെ കുട്ടികളെല്ലാം അവധിക്കാല ക്യാമ്പിൽ വന്നുചേർന്നു. അത് ചിന്നനെ കൂടുതൽ സന്തുഷ്ടനാക്കി. ചിന്നൻ സന്തോഷത്തോടെ എല്ലാവരെയും സ്വീകരിച്ചു. ചിന്നൻ ഒരു കഥ പറയാൻ തുടങ്ങി. നല്ല നിലാവ്. മൂഷികൻ നടക്കാനിറങ്ങി. മൊബൈൽ ഫോണിൽ സെൽഫി എടുത്താണ് നടപ്പ്. പാട്ടും പാടി കാറ്റും കൊണ്ട് പടം പിടിച്ച് നടക്കുമ്പോൾ പെട്ടെന്നാണ് കാൽ വഴുതിയത്. ഇല്ലിമുളങ്കാട്ടിലെ പൊട്ടക്കിണറ്റിലേക്ക് വീണു. ആകെ ഇരുട്ട്, ഒന്ന് കാണാൻ വയ്യ. മെല്ലെ മെല്ലെ ശരീരത്തിൽ വേദന പടർന്നു. എങ്ങനെ രക്ഷപ്പെടും? ഉച്ചത്തിൽ കൂകി വിളിച്ചു, രക്ഷിക്കണേ. പക്ഷേ ആ രാത്രിയിൽ അതാര് കേൾക്കാൻ? ആരും കേട്ടില്ല. ഒന്നും കാണാൻ വയ്യ. സർവശക്തിയുമെടുത്ത് അവൻ പിന്നെയും ഉറക്കെ കരഞ്ഞു, രക്ഷിക്കണേ, രക്ഷിക്കണേ. ആരറിയാൻ? സമയം ഇഴഞ്ഞിഴഞ്ഞ് നീങ്ങുകയാണ്. വിശപ്പും ദാഹവും സഹിക്കാൻ വയ്യ. സർവാംഗം വേദനിക്കുന്നു. തൻ്റെ ജീവിതം ഇതോടെ അവസാനിക്കുന്നു എന്നവൻ വിചാരിച്ചു. പെട്ടെന്ന് മൂഷികനൊരു ചിന്തയുണർന്നു. മൊബൈൽ ഫോണിലൂടെ ഒരു സന്ദേശം അയക്കാം. ഞാനിവിടെ ഇല്ലിമുളം കാട്ടിലെ പൊട്ടക്കിണറ്റിൽ വീണുപോയി, വേഗം വരൂ, രക്ഷിക്കൂ. സന്ദേശം ടൈപ്പ് ചെയ്ത് കഴിഞ്ഞപ്പോൾ മൂഷികൻ ചിന്തിച്ചു, ഇങ്ങനെ ഒരു സന്ദേശം കിട്ടിയാൽ പലരും സന്തോഷിക്കും. കാരണം ഞാൻ അവർക്കൊരു ശല്യമാണല്ലോ. ആരും തിരിഞ്ഞു നോക്കില്ല. പിന്നെന്താ ഒരു വഴി? മാർഗമുണ്ട്. അവൻ കൂട്ടുകാർക്കെല്ലാം മറ്റൊരു സന്ദേശം വഹിക്കാൻ ശ്രമിച്ചു. ആകാശം ഉടനെ ഇടിഞ്ഞു വീഴും. ജീവനിൽ കൊതിയുള്ളവർ ഇല്ലിമുളങ്കാട്ടിലെ പൊട്ടക്കിണറ്റിൽ ഒളിച്ചുകൊള്ളുക. സന്ദേശം വാട്സപ്പിലൂടെ നാലുപാടും പരന്നു. അധിക സമയം കഴിഞ്ഞില്ല. കിണറ്റിൻ കരയിൽ വലിയ ബഹളം. പൊട്ട കിണറിനടുത്തേക്ക് ജീവികൾ ഓടിയെത്തി. അവർ എലിയെ കണ്ടു. പൊട്ടക്കിണറ്റിലേക്ക് രക്ഷപ്പെടാൻ തിരക്ക് കൂട്ടി വന്നിരിക്കുകയാണ്. അവർ മൂഷികനെ നോക്കി യാചിച്ചു, ഞങ്ങളെയും കൂടി കൂട്ടൂ. അപ്പോൾ മൂഷികൻ ഗൗരവത്തിൽ പറഞ്ഞു, ഇല്ല, എനിക്ക് മാത്രമേ സ്ഥലമുള്ളൂ. അത് കേട്ട് എല്ലാവർക്കും സങ്കടമായി. അവർ കരഞ്ഞുകൊണ്ട് വീണ്ടും വീണ്ടും അപേക്ഷിച്ചു. മറ്റുള്ളവരെല്ലാം കരഞ്ഞു പറഞ്ഞപ്പോൾ മൂഷികൻ ഒരു വ്യവസ്ഥ വെച്ചു. കൂടെ കൂട്ടാം, പക്ഷേ ആരും തുമ്മാൻ പാടില്ല. തുമ്മിയാൽ വലിച്ചു പുറത്തെറിയും. എല്ലാവരും സമ്മതിച്ചു. ആന, സിംഹം, മുയൽ, കുരങ്ങൻ, അങ്ങനെ എല്ലാവരും പൊട്ടക്കിണറ്റിൽ ഇറങ്ങി. അവർ അവിടെ ഒളിച്ചു. ആകാശം വീഴുന്നതും കാത്ത് അവർ ഒന്നും മിണ്ടാതെ പേടിച്ചിരുന്നു. കിണറ്റിൽ സ്ഥലം വളരെ കുറവായിരുന്നു. പലരും പ്രാർത്ഥനയിൽ മുഴുകി. ചിലർ ഒളികണ്ണിട്ട് ആകാശത്തേക്ക് നോക്കി. അതാ കാർമേഘങ്ങൾ ഉരുണ്ടുകൂടുന്നു. ചില ശബ്ദങ്ങൾ കേൾക്കാം. ആകാശം ഇടിഞ്ഞുവിടാൻ പോവുകയാണ്. എല്ലാവരും പേടിച്ചിരിക്കുമ്പോൾ മൂഷികൻ വീണ്ടും ഓർമ്മിപ്പിച്ചു, തുമ്മരുത്, തുമ്മുന്നവരെ കിണറിന് പുറത്തേക്ക് എറിയണം. ഇത്രയും പറഞ്ഞ് മൂഷികൻ തൻ്റെ മൂക്കിൻ്റെ തുമ്പത്ത് പിടിച്ചു. തുമ്മാതിരിക്കാൻ ആവത് ശ്രമിക്കുന്നത് പോലെ അഭിനയിച്ചു. പെട്ടെന്ന് മൂഷികൻ തുമ്മിപ്പോയി. ആപ്സി, ആപ്സി. അടുത്ത നിമിഷം, നീ തന്നെ വ്യവസ്ഥ ലംഘിച്ചു, പോ പുറത്ത്. ആന തുമ്പിക്കൈ കൊണ്ട് മൂഷികൻ്റെ വാളിൽ പിടിച്ച് കരയിലേക്ക് ഒറ്റയേറ്. നിമിഷം കൊണ്ട് മുകളിലെത്തിയ മൂഷികൻ സന്തോഷത്തോടെ പാട്ടും പാടി വീട്ടിലേക്ക് നടന്നു. വീട്ടിൽ ചെന്ന് സംഭവിച്ചതെല്ലാം ഭാര്യയോടും മക്കളോടും പറഞ്ഞു. പൊട്ടക്കിണറ്റിൽ കിടക്കുന്ന പാവങ്ങളെ ഓർത്ത് അവൻ പൊട്ടിച്ചിരിച്ചു. മണ്ടന്മാർ! സ്വന്തം രക്ഷയ്ക്കായി അവരെ കിണറ്റിലിറക്കിയിട്ടു. എൻ്റെ ബുദ്ധി കൊണ്ട് ഞാൻ എൻ്റെ ജീവൻ രക്ഷിച്ചു. എല്ലാം നിങ്ങൾക്ക് വേണ്ടി. ഇതെല്ലാം കേട്ട് മൂഷികൻ്റെ ഭാര്യയുടെ മനസ്സ് വേദനിച്ചു. നിങ്ങൾ എന്തു പണിയാണ് ചെയ്തത്? സ്വന്തം രക്ഷയ്ക്ക് വേണ്ടി പാവങ്ങളെ പറ്റിക്കുകയോ? അവർ നമ്മുടെ കൂട്ടുകാരല്ലേ? പാവങ്ങൾ വിശന്ന് പൊരിയുന്നുണ്ടാവും. നിങ്ങളുടെ ജീവൻ പോലെ അവരുടെ ജീവനും വിലയില്ലേ? അവർക്കും കുടുംബവും കുട്ടികളുമില്ലേ? അവരുടെ ശാപം ഈ കുടുംബത്തിൽ വീഴില്ലേ? ആ ചോദ്യത്തിന് മുമ്പിൽ മൂഷികൻ ഒന്ന് പതറി. അവൻ മിണ്ടാതെ നിൽപ്പായി. വീണ്ടും ഭാര്യ ചോദിച്ചു,
ആ പൊട്ടക്കിണറ്റിൽ അവരെല്ലാം പട്ടിണി കിടന്ന് ചാവില്ലേ? കഷ്ടമല്ലേ അത്? പൊട്ടിച്ചിരിച്ച് അവരെ കളിയാക്കുക കൂടി ചെയ്താലോ? മൂഷിക ദേഷ്യപ്പെടുകയും കരയുകയും ചെയ്തു. നിങ്ങളെല്ലാവർക്കും ഒരു ശല്യമാണ്. എത്ര പേരുടെ നാശത്തിനും സങ്കടത്തിനും കാരണമാകുന്നു. ഈ പാപത്തിന് എങ്ങനെ പരിഹാരം ചെയ്യാൻ പറ്റും? അവരുടെ ശാപം എനിക്കും മക്കൾക്ക് ഏൽക്കില്ലേ? ഞാനിതൊക്കെ എങ്ങനെ സഹിക്കും? എൻ്റെ മലദൈവങ്ങളെ! അവൾ അലമുറയിട്ട് കരഞ്ഞുകൊണ്ടേയിരുന്നു. പിന്നെ ഞാൻ അവിടെ കിടന്ന് ചാകണമെന്നായിരുന്നോ നീ പറയുന്നത്? മൂഷികൻ ദേഷ്യപ്പെട്ടു. മൂഷികയും 8 മക്കളും ഇത് കേട്ട് സങ്കടപ്പെട്ടു. അച്ഛൻ ചെയ്തത് ഒട്ടും ശരിയായില്ല, മക്കളെല്ലാവരും ഒരേ സ്വരത്തിൽ പറഞ്ഞു. ജീവൻ ഈശ്വരൻ്റെ ദാനമാണ്, അത് നശിപ്പിക്കാൻ ആർക്കും അവകാശമില്ല. മൂഷിക വീണ്ടും ഓർമ്മപ്പെടുത്തി. ശരിയാണ്, ഞാൻ ചെയ്തത് തെറ്റാണ്. എങ്ങനെയെങ്കിലും അവരെ രക്ഷിക്കണം. അതിന് നമുക്ക് കഴിയുമോ? മൂഷികൻ നിരാശനായി, തളർന്ന് അവശനായി. മുന്നിൽ വെച്ച ഭക്ഷണവും വെള്ളവും അവന് കഴിക്കാനാവുന്നില്ല. അവർ കൂട്ടായി ആലോചിച്ചു. മൂഷിക പെട്ടെന്ന് ഒരു ഉപായം പറഞ്ഞു. നമ്മുടെ പറമ്പിലെ ചെറു കല്ലുകളെല്ലാം പിറക്കിയെടുത്ത് പൊട്ടക്കിണറ്റിൽ കൊണ്ടിട്ട് പൊട്ടക്കിണർ നികത്തി അവരെ നമുക്ക് രക്ഷിക്കാം. എല്ലാം തുറന്നു പറഞ്ഞ് മാപ്പ് ചോദിക്കാം. കൊള്ളാം, എല്ലാവരും സമ്മതിച്ചു. എല്ലാവർക്കും സന്തോഷമായി. മൂഷികൻ ഒരു നിർദ്ദേശം വെച്ചു. താൻ 10 കല്ലുകൊള്ളുന്ന കൊട്ടയെടുക്കാം, നീ 9 കല്ലുകൊള്ളുന്ന കൊട്ടയെടുക്കണം. ഓരോ മക്കളും അവരുടെ പ്രായത്തിനനുസരിച്ച് കല്ലുകളെടുത്ത് ഓരോ തവണയായി കിണറ്റിൽ ഇടട്ടെ. എല്ലാവരും സമ്മതിച്ചു. മൂഷികൻ ഒരു കൊട്ടയെടുത്തു. 10 ചെറു കല്ലുകൾ കൊട്ടയിലാക്കി. മൂഷിക 9 കല്ലുകൾ കൊട്ടയിലാക്കി. മക്കൾ ഓരോരുത്തരും 8, 7, 6, 5, 4, 3, 2, 1 എന്നീ ക്രമത്തിൽ കല്ലുകൾ എടുത്ത് പൊട്ടക്കിണറ്റിൽ ആരുടെയും ദേഹത്ത് വീഴാതെ സാവധാനം ഇട്ടു. ഇങ്ങനെ 10 തവണ എല്ലാവരും കല്ലിട്ടപ്പോൾ പൊട്ടക്കിണർ നികന്നു. കൂട്ടുകാർ ഓരോരുത്തരായി കരയ്ക്ക് കയറി. താൻ ചെയ്ത തെറ്റ് പൊറുക്കണമെന്ന് മൂഷികൻ കരഞ്ഞുകൊണ്ട് എല്ലാവരോടുമായി അപേക്ഷിച്ചു. ഇനി ഒരു കുറ്റവും താൻ ചെയ്യില്ല എന്ന് ഉറപ്പു പറഞ്ഞു. ആകാശം ഇടിഞ്ഞു വീഴുകയോ? അത് വിശ്വസിച്ച ഞങ്ങളാണ് മണ്ടന്മാർ. തങ്ങൾക്ക് പറ്റിയ അമളിയോർത്ത് എല്ലാവരും നാണം കെട്ടു. ദേഷ്യമടക്കി എല്ലാവരും മൂഷികനോട് ക്ഷമിച്ചു. എങ്കിലും ആകാശം ഇടിഞ്ഞു വീഴുമോ എന്ന ഭയം കിച്ചു മുയൽ ആവർത്തിച്ചു. മൂഷിക വളരെ വിനയത്തോടെ പറഞ്ഞു, ആകാശം എന്നത് ഒരു തോന്നൽ മാത്രമാണ്. അവിടെ നമുക്ക് തോന്നുന്നത് പോലെ ഒരു മേൽത്തട്ടില്ല. അതുകൊണ്ട് പേടിക്കുകയേ വേണ്ട. കിച്ചുവിന് സമാധാനമായി. മൂഷിക ചുട്ട കപ്പ നൽകി എല്ലാവരെയും സന്തോഷിപ്പിച്ചു. മേലിൽ താൻ മൊബൈൽ ഫോൺ അശ്രദ്ധമായി ഉപയോഗിക്കില്ല എന്നും നല്ല കാര്യങ്ങൾക്ക് ഉപയോഗിക്കൂ എന്നും മൂഷികൻ പ്രതിജ്ഞയെടുത്തു. ഇനിയും താൻ ആരെയും പറ്റിക്കില്ല എന്നും അവൻ ഉറക്കെ വിളിച്ചു പറഞ്ഞു. ആർക്കും ഒരു ഉപദ്രവവും ഞാൻ ചെയ്യില്ല എന്ന് വീണ്ടും മൂഷികൻ എല്ലാവരോടുമായി പറഞ്ഞു. ഇത് കേട്ട് ആനന്ദൻ പറഞ്ഞു, സാരമില്ല, നീ ഞങ്ങളെ രക്ഷിച്ചില്ലേ? തെറ്റ് തിരിച്ചറിഞ്ഞ് പരിഹാരവും നീ ചെയ്തു കഴിഞ്ഞു. അതുകൊണ്ട് നമുക്കെല്ലാം നല്ല കൂട്ടുകാരായി കഴിയാം. പരസ്പരം ബഹുമാനിച്ചും സഹായിച്ചും സ്നേഹിച്ചും കഴിയാം. കാടും മലയും വെട്ടിത്തെളിച്ച് കൃഷി ഇറക്കുന്ന ഈ കാലത്ത് നമ്മുടെ നിലനിൽപ്പ് തന്നെ അപകടത്തിലാണ്. കുടിവെള്ളം പോലും കിട്ടാനില്ലാത്ത കാലം വരും. വലിയ ജലപ്രളയം വരാം. ഒന്നിച്ചു നിന്നാൽ എല്ലാവർക്കും രക്ഷപ്പെടാം. നന്മ ചെയ്തു നല്ല കൂട്ടുകാരായി കഴിയാം. ആന പറഞ്ഞത് കേട്ട് എല്ലാവർക്കും സന്തോഷമായി. അവർ തങ്ങളുടെ വീടുകളിലേക്ക് സന്തോഷത്തോടെ മടങ്ങി. മൂഷികനും കുടുംബവും പൊട്ടക്കിണറ്റിലിട്ട കല്ലുകൾ എത്രയായിരിക്കും? ചിന്നൻ എല്ലാവരോടുമായി ചോദിച്ചു. ഓരോരുത്തരും എത്ര കല്ലുകൾ വീതം ഇട്ട് കാണും? കൂടുതൽ ചോദ്യങ്ങൾ കുട്ടികളോട് ചോദിച്ചു. എഴുതി നോക്കാനും ആവശ്യപ്പെട്ടു. കുട്ടികളെല്ലാം എഴുതി തുടങ്ങി. മൂഷികൻ ഇട്ട കല്ലുകളുടെ എണ്ണം 1-ാം പ്രാവശ്യം മൂഷികൻ ഇട്ട കല്ലുകളുടെ എണ്ണം 10. ഇത് മറ്റൊരു രീതിയിൽ എഴുതിയാൽ 1 × 10 = 10. 2-ാം തവണ മൂഷികൻ ഇട്ട കല്ലുകൾ 10. ആകെ മൂഷികൻ ഇട്ട കല്ലുകൾ 10 + 10 = 20. ഇത് മറ്റൊരു രീതിയിൽ പറഞ്ഞാൽ 2 × 10 = 20. 3-ാം തവണ ഇട്ടത് 10. ഇപ്പോൾ ആകെ ഇട്ട കല്ലുകൾ 10 + 10 + 10 = 30. ഇത് മറ്റൊരു രീതിയിൽ പറഞ്ഞാൽ 3 × 10 = 30. 4-ാം തവണ ഇട്ട കല്ലുകൾ 10. ഇപ്പോൾ ആകെ ഇട്ടത് 10 + 10 + 10 + 10 40. ഇത് മറ്റൊരു രീതിയിൽ പറഞ്ഞാൽ 4 × 10 = 40. 5-ാം തവണ മൂഷികൻ കൊണ്ടുപോയി ഇട്ടത് 10. ഇപ്പോൾ ആകെ ഇട്ട കല്ലുകളുടെ എണ്ണം 10 + 10 + 10 + 10 + 10 = 50. ഇത് മറ്റൊരു രീതിയിൽ പറഞ്ഞാൽ 5 × 10 = 50. 6-ാം തവണ മൂഷികൻ കൊണ്ടുപോയത് 10.
ഇപ്പോൾ ആകെയിട്ട കല്ലുകളുടെ എണ്ണം സമം 10 അധികം 10 അധികം 10 അധികം 10 അധികം 10 അധികം 10 സമം 60. ഇത് മറ്റൊരു രീതിയിൽ പറഞ്ഞാൽ 6 ഗുണം 10 സമം 60. 7-ാം തവണ മൂഷികൻ കൊണ്ടുപോയത് 10. ഇപ്പോൾ ഇതുവരെ ആകെ കൊണ്ടുപോയിട്ട കല്ലുകളുടെ എണ്ണം സമം 10 അധികം 10 അധികം 10 അധികം 10 അധികം 10 അധികം 10 അധികം 10 സമം 70. ഇത് മറ്റൊരു രീതിയിൽ പറഞ്ഞാൽ 7 ഗുണം 10 സമം 70. 8-ാം തവണ മൂഷികൻ കൊണ്ടുപോയത് 10. ഇപ്പോൾ ഇതുവരെ ആകെ കൊണ്ടുപോയിട്ട കല്ലുകളുടെ എണ്ണം 10 അധികം 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 10 സമം 80. ഇത് മറ്റൊരു രീതിയിൽ പറഞ്ഞാൽ 8 ഗുണം 10 സമം 80. 9-ാം തവണ മൂഷികൻ കൊണ്ടുപോയത് കല്ലുകളുടെ എണ്ണം 10. ഇപ്പോൾ ആകെ കൊണ്ടുപോയിട്ടത് 10 അധികം 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 10 സമം 90. ഇത് മറ്റൊരു രീതിയിൽ പറഞ്ഞാൽ 9 ഗുണം 10 സമം 90. 10-ാം തവണ മൂഷികൻ കൊണ്ടുപോയിട്ടത് 10. ഇതുവരെ ആകെ കൊണ്ടുപോയിട്ട് കല്ലുകളുടെ എണ്ണം അറിയാൻ 10 അധികം 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 10 സമം 100. ഇത് മറ്റൊരു രീതിയിൽ പറഞ്ഞാൽ 10 ഗുണം 10 സമം 100. ഇതുപോലെ ബാക്കിയുള്ള 9 പേരും പൊട്ടക്കണ്ണത്തിൽ ഇട്ട കല്ലുകളുടെ എണ്ണം കണ്ടുപിടിക്കാനുള്ള എളുപ്പവഴി കണ്ടെത്താമോ? ഗുണനപ്പട്ടിക അവതരണം ലക്ഷ്യമാക്കി ചിന്നൻ ഈ ചോദ്യം നൽകിയത്. ആരും മറുപടി പറഞ്ഞില്ല. അപ്പോൾ നേരത്തെ കരുതി വെച്ചിരുന്ന ഒരു വലിയ പൊതിക്കെട്ട് ചിന്നൻ മേശപ്പുറത്ത് വെച്ചു. കൊട്ടാരത്തിലെ ചേങ്ങല 3 തവണ മുഴങ്ങി. വിശ്രമത്തിനായി എല്ലാവരും പുറത്തേക്ക് പോയി. ഗണിത പട്ടികാവതരണ കഥയിലൂടെ കുട്ടികൾക്ക് നൽകാവുന്ന ജീവിത മൂല്യങ്ങൾ. ഈ പാഠാവതരണ കഥയിലൂടെ ഗണിത സംബന്ധിയായ അറിവിനോടൊപ്പം ജീവിത മൂല്യങ്ങളും കുട്ടികളുടെ മനസ്സിലേക്ക് നൽകാം. മൊബൈൽ ഫോണിൻ്റെ അശ്രദ്ധമായ ഉപയോഗത്തിൻ്റെ ദൂഷ്യവും ഫോണിന് അടിമയായാൽ ഉണ്ടാകാവുന്ന അപകടവും ഈ കഥയിലൂടെ വെളിവാക്കാം. ദൈവത്തിൻ്റെ ദാനമാണ് ജീവൻ. ജീവൻ്റെ വില ഗ്രഹിക്കുന്നതിനും അത് നശിപ്പിക്കാനോ ഇല്ലാതാക്കാനോ ആർക്കും അവകാശമില്ല എന്നും കുട്ടികളെ ഈ കഥയിലൂടെ ഗ്രഹിപ്പിക്കുവാൻ കഴിയും. ഓരോരുത്തരും എല്ലാവർക്കും ഉപകാരിയായിരിക്കുക, തന്നാൽ കഴിയുന്നതിലധികം നന്മകൾ ചെയ്യുക, ആപത്തിൽ പരസ്പരം സഹായിക്കുക തുടങ്ങിയ നല്ല ഗുണങ്ങൾ ഈ കഥയിലൂടെ കുട്ടികളിൽ വളർത്താനാകും. ജീവിതത്തിൽ അപ്രതീക്ഷിത പ്രശ്നങ്ങളും ബുദ്ധിമുട്ടുകളും ഉണ്ടാകുമെന്നും അവയെ ബുദ്ധിപൂർവം നേരിടാൻ മനസ്സു തളരാതെ പ്രവർത്തിക്കണമെന്നും ഏവരെയും ബോധ്യപ്പെടുത്താൻ ഈ കഥയ്ക്ക് കഴിയും. നാം കണ്ണിൽ കാണുന്ന കാഴ്ചകൾ പലതും യാഥാർത്ഥ്യമല്ല. ഉദാഹരണം, നീലാകാശ മേലാപ്പ്. അത് ഒരു തോന്നലാണെന്നതുപോലെ സൂര്യൻ കിഴക്കുദിച്ച് പടിഞ്ഞാറ് അസ്തമിക്കുന്നു എന്നതും നമ്മുടെ തോന്നലാണ്. ഇതുപോലെ പലപ്പോഴും പറഞ്ഞു കേട്ട കാര്യങ്ങൾ അത്രയ്ക്ക് പോലും ശരിയാവണമെന്നില്ല, പ്രത്യേകിച്ച് മറ്റുള്ളവരുടെ കുറവും കുറ്റങ്ങളും. ആരെയും ചതിക്കരുതെന്നും തെറ്റ് സംഭവിച്ചാൽ തെറ്റ് തിരിച്ചറിയുന്ന ഉടനെ അത് തിരുത്തണമെന്നും ഓർമ്മപ്പെടുത്തുന്നു ഈ കഥയിലൂടെ. ഒരു ജീവിക്കും ഒറ്റപ്പെട്ട് ജീവിക്കാൻ സാധ്യമല്ല എന്ന യാഥാർത്ഥ്യം കഥയിലൂടെ കുട്ടികളെ ഗ്രഹിപ്പിക്കുന്നു. പ്രകൃതി വിഭവങ്ങൾ നശിപ്പിക്കരുതെന്നും കാടും വനവും കാട്ടുജീവികളും കാട്ടുസമ്പത്തും സംരക്ഷിക്കപ്പെടണമെന്നും അത് അടുത്ത തലമുറയ്ക്ക് കൂടി അവകാശപ്പെട്ടതാണെന്നും ഈ കഥയിലൂടെ അവതരിപ്പിക്കാം. കുടിവെള്ളവും ഭക്ഷണവും പാഴാക്കരുതെന്നും പ്രകൃതി വിഭവങ്ങൾ ചൂഷണം ചെയ്ത് ആവാസ വ്യവസ്ഥയെ നശിപ്പിക്കരുതെന്നും ഈ കഥയിലൂടെ അവതരിപ്പിക്കാം. പരസ്പരം ബഹുമാനിക്കാനും സ്നേഹിക്കാനും ശാസ്ത്രം പഠിക്കാനും അവ മറ്റുള്ളവർക്ക് പകർന്നു നൽകാനും പ്രചോദനമാകുന്നു ഈ കഥ. തന്നുടെ നേട്ടങ്ങൾക്ക് വേണ്ടി പ്രവർത്തിക്കുമ്പോൾ മറ്റുള്ളവർക്ക് ബുദ്ധിമുട്ടും നഷ്ടങ്ങളും ഉണ്ടാക്കരുതെന്നും മറ്റുള്ളവരുടെ ജീവിതവും നമ്മുടേതുപോലെ തന്നെ വിലപ്പെട്ടതാണെന്നും ഈ കഥ ഏവരെയും ബോധ്യപ്പെടുത്തുന്നു. ക്ഷമയാചിക്കുന്നവർക്ക് അത് നൽകാനുള്ള വിശാല മനസ്സിൻ്റെ ഉടമയാകാനും മഹത് വ്യക്തികളുടെ ഉപദേശങ്ങൾ ശ്രവിക്കാനും സ്വീകരിക്കാനും കുട്ടികളെ പ്രാപ്തമാക്കുന്നു ഈ കഥയിലൂടെ. തൻ്റെ ജീവിതത്തിലൂടെ മറ്റുള്ളവർക്കും തനിക്കും
സന്തോഷം ഗുണനക്രിയയിലേതുപോലെ വർദ്ധിപ്പിക്കണമെന്നതും ഐക്യമത്യം മഹാബലം എന്ന മഹത്തായ തത്വവും ഈ കഥയിലൂടെ കുട്ടികൾക്ക് പകർന്നു നൽകുന്നു. മൂല്യാധിഷ്ഠിത ഗണിത ബോധന അവതരണങ്ങളിലെ 21ാമത്തെ പരിപാടിയാണിത്. കേരള സംസ്ഥാന സർക്കാരിൻ്റെ ശാസ്ത്ര സാങ്കേതിക പരിസ്ഥിതി വകുപ്പ് ഏർപ്പാടാക്കിയ ശാസ്ത്ര ബാലസാഹിത്യത്തിനുള്ള പ്രത്യേക അവാർഡും 1,00,000 രൂപയും ഫലകവും ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിയിൽ നിന്നും ലഭിക്കാനിടയാക്കിയ 77 അധ്യായങ്ങളുള്ള ചിന്നൻ്റെ മക്കൾ എന്ന ഗണിതശാസ്ത്ര ബാലനോവലിലെ 10ാമത്തെ അധ്യായമാണ് ഇവിടെ അവതരിപ്പിച്ചത്. തെക്കേ ഇന്ത്യൻ കലകളും ഗണിതശാസ്ത്ര ബോധനവും എന്ന വിഷയത്തിൽ ഗവേഷണത്തിന് 5,00,000 രൂപ കേന്ദ്ര സർക്കാർ ഫെലോഷിപ്പായി അനുവദിച്ചു. കൂടാതെ 5,000 പൗണ്ട് ബ്രിട്ടനിൽ നിന്നും മൂല്യാധിഷ്ഠിത ഗണിതാധ്യാപന ഗവേഷണങ്ങൾക്ക് പ്രോത്സാഹനമായി ലഭിച്ചു. ഈ ഗവേഷണ ഫലങ്ങളുടെ ത്വരിത പ്രചാരണ സാധ്യതകൾക്കായി ഇതും ഇവിടെ നന്ദിയോടെ സ്മരിക്കട്ടെ. വിദ്യാഭ്യാസ പ്രവർത്തകർക്കും അധ്യാപക വിദ്യാർത്ഥികൾക്കും പാഠ്യപദ്ധതി പരിഷ്കരണ കമ്മിറ്റിക്കും മറ്റും പ്രചോദനമാകട്ടെ ഈ മൂല്യാധിഷ്ഠിത ഗവേഷണാത്മക അവതരണങ്ങൾ. ഈ കഥാവതരണത്തിൻ്റെ ഇംഗ്ലീഷ് വേർഷൻ ലഭിക്കുന്നതിന് വാല്യൂ ബേസ്ഡ് മാത്സ് ടീച്ചിങ് 21 എന്ന് യൂട്യൂബിൽ തിരയുക. സുഹൃത്തുക്കൾക്ക് ഇവ പകർന്നു നൽകുന്നത് വഴി ഗണിത പട്ടികാവതരണം ഏവർക്കും ലളിതമാകും, സന്തോഷമാകും, എൻ്റെ കഠിനാധ്വാനം ഫലപ്രാപ്തിയിലുമാകും. രാഷ്ട്രാന്തര രാജ്യാന്തര അംഗീകാരങ്ങൾ നേടിയ നിരവധി ഗണിതാധ്യാപന ഗവേഷണ ഫലങ്ങൾ ലഭ്യമാകുന്നതിന് മാത്സ് ഫോർ ചിൽഡ്രൻ ബൈ ചാക്കോ മാഷ് എന്ന യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.